താല്പര്യം ഒട്ടും കുറയ്ക്കാതെ അവരങ്ങനെ തുഴയെറിഞ്ഞ് കടന്നു വരുന്നത്. സ്വാഭാവികമായും അവർക്ക് താളത്തിൽ കുറവുണ്ടാവും, പക്ഷേ അവരുടെ ജീവിതത്തിന്റെ കരുത്ത്, അവർ കടന്നു കയറിയ വഴികൾ, അവർ മുറിച്ചു കയറിയ ആറുകൾ, അത് പലതാണ്. ആ ആവേശത്തോടെയാണ് നമ്മുടെ ഈ സ്ത്രീകൾ കടന്നു വരുന്നത്. സാരഥി ബോട്ട് ക്ലബ്, സാരഥി ബോട്ട് ക്ലബിന്റെ ആ വീരാംഗനമാരാണ്. അവരങ്ങനെ തുടിയെറിഞ്ഞ് ആ ഒന്നാം പങ്കായക്കാരൻ അങ്ങനെ കുത്തിയെറിഞ്ഞ് ചവിട്ടിപ്പിടിച്ച് വള്ളം അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുമ്പോഴത്തേക്ക് ഒന്നാം തുഴക്കാരി ചേച്ചി അങ്ങനെ കുനിഞ്ഞിരുന്ന നയമ്പുകൾ അങ്ങനെ ആഞ്ഞു വീശിക്കൊണ്ട് അവരും അങ്ങനെ വെള്ളത്തിൽ പൊൻപുലരി ബോട്ട് ക്ലബിന്റെ അഭിമാന താരങ്ങൾ, നമ്മുടെ കുട്ടനാടിന്റെ അഭിമാന താരങ്ങളായ നമ്മുടെ സ്വന്തം കുട്ടനാടിന്റെ പെൺമണികളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. നേരത്തെ കടന്നുപോയത് സായിയുടെ തീപ്പൊരികളായ ഉറപ്പായും സായിയാണ്. അവർ പഠിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായി അവർ കുറെ മുന്നിലെത്തിയെങ്കിൽ ഇത് ജീവിതം പഠിച്ച ചേച്ചിമാരാണ്. അവർ ജീവിതമാണ് തുഴഞ്ഞു കയറിയത്. അവർക്ക് ഇതൊരു പുതിയ കാര്യമല്ല, അവരുടെ ജീവിതത്തിന് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ഇവിടെ പങ്കെടുക്കുക എന്നുള്ളതാണ്. ആ പങ്കെടുത്തു, അവർ മനോഹരമായി അത് ആ കയ്യടി അതുകൊണ്ടാണ് ആരവം ഉയർന്നത്, അവരെ പ്രോത്സാഹിപ്പിച്ചത്. അവരും ഇങ്ങനെ കടന്നുപോയി. ഉറപ്പായും ഇനി നമ്മൾ കാത്തിരിക്കുന്നതല്ലോ. ഇനി തെക്കിനടി കെട്ടുവെള്ളത്തിന്റെ ഫൈനൽ മത്സരമാണ്. തെക്കിനടി കെട്ടുവെള്ളത്തിന്റെ ഫൈനൽ മത്സരത്തിൽ 4 ട്രാക്കിലുമുണ്ട്. സുകന്യ ക്യാപ്റ്റനായിട്ടുള്ള, മഹേഷ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള പടിഞ്ഞാറേ പറമ്പൻ ഒന്നാമത്തെ ട്രാക്കിൽ, രണ്ടാമത്തെ ട്രാക്കിൽ കാട്ടിൽ തെക്കേതിൽ ബിന്ദു വിനോദ് ക്യാപ്റ്റൻ, ഷാനു ഷാജി ലീഡിംഗ് ക്യാപ്റ്റൻ, അനശ്വര ബോട്ട് ക്ലബിന്റെ കാട്ടിൽ തെക്കേതിൽ, ഐശ്വര്യ ബോട്ട് ക്ലബിന്റെ കമ്പനി അതാണ് മൂന്നാമത്തെ ട്രാക്കിൽ, ഷാനിമോൾ ഷാജി ക്യാപ്റ്റൻ, അജയൻ ലീഡിംഗ് ക്യാപ്റ്റൻ, ചെല്ലിക്കാടൻ ജനതാ മെമ്മോറിയൽ ബോട്ട് ക്ലബിന്റെ ചെല്ലിക്കാടൻ നാലാമത്തെ ട്രാക്കിൽ. അങ്ങനെ തെക്കനോടി കെട്ടുവെള്ളം തുടങ്ങിക്കഴിഞ്ഞു. തെക്കനോടി കെട്ടുവെള്ളത്തിന്റെ മത്സരം ആരംഭിക്കുകയാണ്. ഫൈനലാണ്, ഒറ്റ ഫൈനലേ ഉള്ളൂ. തെക്കനോടി കെട്ടുവെള്ളത്തിന്റെ ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണം നമ്മൾ നേരത്തെ കണ്ട ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമായിരുന്നു. അതിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക് പങ്കുവെക്കുകയാണ് ആരാണ് ഏറ്റവും മികച്ച സമയം കുറിച്ചത്. അത് 4 മിനിറ്റ് 20.904 സെക്കൻഡിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനാണ്. നടുഭാഗം ചുണ്ടൻ ഹീറ്റ്സിൽ ഏറ്റവും മികച്ച സമയം കുറിച്ചു. രണ്ടാമത്തെ മികച്ച സമയം ആരുടേതാണ്? അത് വിയവരത്തിന്റേതാണ്. VBC കാറ്റഗറി മികച്ച സമയം അത് നിരണം ബോട്ട് ക്ലബിന്റെ 4.21 സെക്കൻഡിൽ 4 മിനിറ്റ് 21.269 സെക്കൻഡിൽ നിരണം ബോട്ട് ക്ലബിന്റെ മികച്ച സമയം. അത് രണ്ടാം സ്ഥാനത്ത് എത്തുന്നു ഏറ്റവും മികച്ച സമയങ്ങളിൽ. മൂന്നാം സ്ഥാനത്ത് വിയപുരം, VBC കാറ്റഗറിയുടെ വിയപുരം 4 മിനിറ്റ് 21 സെക്കൻഡ് .81 സെക്കൻഡും. ഒപ്പം 4ാം സ്ഥാനത്താണ് PBCയുടെ മേൽപ്പാടം എത്തുന്നത്. 4ാം സ്ഥാനത്ത് ഹീറ്റ്സിലെ ടൈം നോക്കുകയാണെങ്കിൽ അതൊരു അന്തിമമല്ല, പക്ഷേ ഫൈനലിൽ കഥ മാറാം, തിരക്കഥ മാറാം, കളി മാറാം, ഗതി മാറാം. അപ്പോൾ അതിൽ ഈ കണക്കുകൾ വ്യക്തമല്ല. ഈ കണക്കുകളിൽ നിന്ന് നമ്മൾ ഫൈനലിലേക്കുള്ള വഴി കണ്ടെത്തുക മാത്രമാണ്. നിലവിൽ 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് മേൽപ്പാടം ചുണ്ടൻ. PBCയുടെ മേൽപ്പാടം ചുണ്ടൻ 4ാം സ്ഥാനത്ത്. അങ്ങനെ നെഹ്റു ട്രോഫി ഇക്കുറി ഉയർത്തുന്ന ആ ജലരാജ ആരായിരിക്കുമെന്നുള്ളതിൽ വ്യക്തതയുണ്ട്. ഈ 4 പേരിൽ നിന്നും ഒന്നുകിൽ നടുഭാഗം, അല്ലെങ്കിൽ നിരണം, അല്ലെങ്കിൽ മേൽപ്പാടം, അല്ലെങ്കിൽ വിയപുരം. ഇതിൽ 3 ടീമുകൾ അത് ഈ കുട്ടനാടിനെ ചുറ്റിപ്പറ്റിയുള്ളതാണെങ്കിൽ നിരണം അത് പത്തനംതിട്ടയിൽ നിന്നാണ്. ആലപ്പുഴ വിട്ടു പോകുമോ നെഹ്റു ട്രോഫി? തീവാറും പ്രവചനാതീതമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരംഭിച്ച് ചെറുമുറി പിന്നിട്ടിരിക്കുകയാണ്. 1ാം ട്രാക്കിൽ 22ാം നമ്പർ വള്ളം പടിഞ്ഞാറേ പറമ്പൻ യങ് സ്റ്റാർ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പടിഞ്ഞാറേ പറമ്പൻ 1ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിൽ കാട്ടിൽ തെക്കേതിൽ അനശ്വര ബോട്ട് ക്ലബിന്റെ 2ാം നമ്പർ വള്ളം കാട്ടിൽ തെക്കേതിൽ 2ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിൽ 74ാം നമ്പർ കമ്പനി വള്ളം ഐശ്വര്യ ബോട്ട് ക്ലബിന്റെ കമ്പനി 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. 4ാം ട്രാക്കിൽ 75ാം നമ്പർ വള്ളം ചെല്ലിക്കാടൻ ജനിതാ മെമ്മോറിയൽ ബോട്ട് ക്ലബിന്റെ അങ്ങനെ 4 തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ മനോഹരമായിട്ടുള്ള തുഴയെറിയുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 1ഉം 3ഉം ട്രാക്കിലുള്ള വള്ളങ്ങൾ വിഞ്ചോടിഞ്ച്
പോരാട്ടം നടത്തിക്കൊണ്ട് കടന്നു വരുന്നു. ആരാണ് വിജയിക്കുമെന്ന് പറയാൻ വഴിയില്ല. വള്ളങ്ങളുടെ മത്സരമാണ്. ഫൈനൽ മത്സരം അങ്ങ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ അങ്ങനെ പടിഞ്ഞാറേ പറമ്പനാണോ, കാട്ടിൽ തെക്കേതിലാണോ, കമ്പനി വള്ളമാണോ, ചെല്ലിക്കാടനാണോ, അത് 1-ഉം 4-ഉം 1-ഉം 3-ഉം ട്രാക്കിലുള്ള ചെല്ലിക്കാടനും പടിഞ്ഞാറേ പറമ്പനും തമ്മിൽ അങ്ങനെ മത്സരം കടിപ്പിച്ച് കടന്നു വരുന്നു. അങ്ങനെ കെട്ടുവള്ളങ്ങളുടെ മത്സരം കടന്നു വരുന്നത് കാട്ടിൽ തെക്കതിൽ വെള്ളമാണ് മുന്നിൽ വരുന്നത്. അല്ല, കാട്ടിൽ തെക്കതിലാണോ, അങ്ങേയറ്റത്ത് യങ്സ്റ്റാർ ആണോ, പടിഞ്ഞാറേ പറമ്പനാണോ, കാട്ടിൽ പടിഞ്ഞാറേ പറമ്പനാണോ, ചെല്ലിക്കാടനാണോ? പടിഞ്ഞാറേ പറമ്പനും ചെല്ലിക്കാടനും തമ്മിലാണ് മത്സരം നടക്കുന്നത്. പടിഞ്ഞാറേ പറമ്പൻ അല്ല ചെല്ലിക്കാടൻ. അങ്ങനെ ആവേശമുണർത്തുന്ന തരത്തിൽ പടിഞ്ഞാറേ പറമ്പന് ഫോട്ടോ ഫിനിഷിലേക്കാണ് പോകുന്നത്. പടിഞ്ഞാറേ പറമ്പനാണോ? അല്ല, ചെല്ലിക്കാടൻ. ജനിതാ മെമ്മോറിയൽ ബോട്ട് ക്ലബ് തുഴഞ്ഞ ചെല്ലിക്കാടനാണ് തെക്കനോടി കെട്ടുവള്ളം ഫൈനലിൽ 1-ാം സ്ഥാനത്തെത്തിയത്. അതുല്യ VS ക്യാപ്റ്റനായിട്ടുള്ള ചെല്ലിക്കാടൻ, ജനിതാ മെമ്മോറിയൽ ബോട്ട് ക്ലബ് തുഴഞ്ഞ ചെല്ലിക്കാടൻ. ആവേശകരമായ മത്സരം. സാധാരണ ഈ ഇനത്തിലൊന്നും ഇത്ര ആവേശം നമ്മൾ കാണാറില്ല. പക്ഷേ അത്യാവേശത്തോടെ ചെല്ലിക്കാടനും പടിഞ്ഞാറേ പറമ്പനും തുഴഞ്ഞെത്തി യങ്സ്റ്റാറിനെ മറികടന്ന് ജനിതാ മെമ്മോറിയൽ ബോട്ട് ക്ലബ്. അല്ല, ഇതാണ് കുട്ടനാട്ടിലെ വനിതകളുടെ തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ മത്സരം നടന്നത്. എന്തൊരു വീറായിരുന്നു, എന്തൊരു വാശിയായിരുന്നു. പടിഞ്ഞാറേ പറമ്പനും ചെല്ലിക്കാടനും ഏതാണ്ട് ഫോട്ടോ ഫിനിഷിലേക്ക് കടന്നുപോയത്. ഇതാ അടുത്തത് കമ്പനി കടന്നു പോകുന്നു. പിന്നെയാണ് കാട്ടിൽ തെക്കേതിൽ ഐശ്വര്യ ബോട്ട് ക്ലബിന്റെ കമ്പനി കടന്നു പോകുന്നു. കാട്ടിൽ തെക്കേതിൽ അനശ്വര ബോട്ട് ക്ലബിന്റെ കാട്ടിൽ തെക്കേതിൽ അവരങ്ങനെ തുരയെറിഞ്ഞ് കടന്നു വരികയാണ്. അങ്ങനെ 4 വള്ളങ്ങൾ കടന്നുപോയി. പടിഞ്ഞാറേ പറമ്പൻ, കാട്ടിൽ തെക്കേതിൽ, കമ്പനി, ചെല്ലിക്കാടൻ. വനിതകളുടെ മത്സരമാണ്. തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ മത്സരങ്ങളാണ് കടന്നുപോയത്. പടിഞ്ഞാറേ പറമ്പനും ചെല്ലിക്കാടനും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ഫിനിഷ് ചെയ്തെങ്കിൽ കാട്ടിൽ തെക്കേതിലും കമ്പനി വള്ളങ്ങളും കടന്നുപോയി. 73-ാം നമ്പർ വള്ളം കാട്ടിൽ തെക്കേതിലാണെന്ന് തോന്നുന്നു. അവരങ്ങനെ ആടിപ്പാടി അങ്ങനെ സ്പോർട്സ്മാൻ തിരിച്ചോടുകൂടി അവര് കടന്നു പോവുകയാണ്. അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് വീരാങ്കനമാര് അങ്ങനെ തുഴയെറിഞ്ഞ് ഇതാ 73-ാം നമ്പർ വള്ളവും ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാട്ടിൽ തെക്കതിൽ തന്നെ ആണോ? 73 കാട്ടിൽ തെക്കതിൽ അനശ്വര ബോട്ട് ക്ലബ് തുഴയുന്ന. അതെ 73. എന്നെക്കാട്ടിലും ജയപ്രകാശ് ഏട്ടന് ഇത് ഈ നമ്പറൊക്കെ നോക്കി നല്ല ശീലമുണ്ട്. കാട്ടിൽ തെക്കതിലാണ് ഇത് അവസാനം ഫിനിഷ് ചെയ്യുന്നത്. പക്ഷേ ആവേശകരമായ ഒരു മത്സരം തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പടിഞ്ഞാറേ പറമ്പനും ചെല്ലിക്കാടനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഫൈനൽ പോയിന്റിൽ, ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് വരെ പോരാടി ഒടുവിൽ ചെല്ലിക്കാടൻ വിജയായിരിക്കുന്നു. ഇനി ഇങ്ങനെ ഫൈനലിലേക്ക് തൊട്ട് മുമ്പായി ഇനി നടക്കാനുള്ള ഫൈനൽ കഴിഞ്ഞു അല്ലേ? ഇനി ചുണ്ടൻ ഫൈനലേ ഉള്ളൂ. അപ്പൊ ഇനി ആവേശകരമായ ചുരുളൻ ഫൈനൽ. ചുരുളൻ വള്ളം കൂടെ ഓക്കെ. ചുരുളൻ വള്ളത്തിന്റെ ഫൈനൽ നടക്കാനുണ്ട്. 3 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ആദ്യത്തെ ട്രാക്കിൽ വേലങ്ങാടൻ, 2ാമത്തെ ട്രാക്കിൽ കോടിമത, 3ാമത്തെ ട്രാക്കിൽ മൂഴി. ഇതിങ്ങനെ ഈ വെപ്പ്, ചുരുളൻ എന്നൊക്കെ പറയുന്ന പലതരം വള്ളങ്ങളുണ്ട്. ഇതാ ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ചെറിയ വള്ളമാണ് പൊതുവെ ചുരുളൻ എന്ന് പറയുന്നത്.